അപ്പോൾ നമ്മളോടൊരു സാധനം ഒരാൾ ആവശ്യപ്പെടുകയാണ് ഇത്ര ഒരു പർട്ടിക്കുലർ ഫ്രേസിനകത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പാടിത്തരൂ എന്ന് പറയുമ്പം നമ്മൾ പാടുന്നത് അവർക്ക് പുതുമ തോന്നുന്നതാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആളുകളെ കൂടുതൽ അട്രാക്ട് ചെയ്യുകയും നമുക്ക് എന്തെങ്കിലും ഒന്ന് ഓഫർ ചെയ്യാനുണ്ടായിരിക്കും അതിലേക്ക് പുതിയതായിട്ട്. അത് ഓരോരുത്തർക്ക് വേരി ചെയ്തിരിക്കും. അത് അവരുടെ എന്താ പറയുക, അവർ പഠിക്കണതിൻ്റെ പശ്ചാത്തലം, എന്ത് തരം മ്യൂസിക്കാണ് പഠിച്ചതെന്നുള്ളത്. പക്ഷെ കമ്പോസറുടെ ഇതെന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഒക്കെ എടുത്തിട്ട് അവരാണ് തീരുമാനിക്കണത് ഇത് എവിടെ പ്ലേസ് ചെയ്യണം, എങ്ങനെ വെക്കണം എന്നൊക്കെ ഉള്ളത്. അതിൽ സിംഗർക്ക് വലിയ റോളൊന്നും ഇല്ല സത്യത്തിൽ. അവർ തന്നെയാണ് അത് ഡിസൈൻ ചെയ്യണത്. അപ്പം നമ്മൾക്ക് ഓഫർ ചെയ്യാനുള്ള എന്തെങ്കിലും മനോഹരമായിട്ടുള്ളതോ പുതുമയുള്ളതാണെങ്കിൽ അതവർ ഭംഗിയായിട്ട് അവിടെ പ്ലേസ് ചെയ്യും. ഈ അപ്ഡേറ്റ് ആവുക എന്നുള്ളതെന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ വോയിസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിരന്തരമായി എന്തൊക്കെയാണ് പ്രാക്ടീസ് തന്നെയാണ്. പ്രാക്ടീസ് പല രീതിയിലുണ്ട്. ഇപ്പം ഞാനിപ്പം പഠിക്കുന്ന ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കുന്ന സംഗീതം എന്താണോ അത് വോയിസ് ട്രെയിനിങ്ങിനേക്കാൾ കൂടുതൽ അതൊരു മൈൻഡ് വർക്കും കൂടിയാണല്ലോ. അപ്പോൾ അതിൽ നമുക്കുള്ള പോരായ്മകൾ ഓരോ ദിവസവും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റുകൾ വരുത്തേണ്ടതെന്ന്. നമുക്ക് നമ്മളുടെ എന്താ പറയുക മോശം കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യേണ്ട സ്ഥലമാണ് നമ്മുടെ പ്രാക്ടീസ് സ്പേസ്. എന്നാൽ മാത്രമേ വേദിയിലെത്തുമ്പോൾ നമ്മളുടെ അറിവില്ലായ്മകളും നമ്മളുടെ തെറ്റുകളൊക്കെ ഹൈഡ് ചെയ്തിട്ട് അറിയുന്ന കാര്യങ്ങൾ മാത്രം കാണിക്കുക എന്നുള്ളൊരു മേക്ക് ബിലീഫാണല്ലോ ഇത്. അപ്പം കൂടുതൽ പ്രശ്നങ്ങൾ എവിടെയാണ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളത് ഒന്ന്. പിന്നെ വോയിസ് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. നമ്മളിപ്പോൾ ജിമ്മിൽ പോവുക, മസിൽസ് ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത് പോലെ ഇതൊരു ചെറിയ ഗ്രൂപ്പ് ഓഫ് മസിൽസാണ് തൊണ്ടയിലുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ഹെൽത്തി ആയിട്ട് വെക്കേണ്ട കുറച്ച് ശീലങ്ങളുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. എനിക്കുള്ളതേ ആയിരിക്കില്ല. ഇപ്പം രാജീവേട്ടനൊരു വോയിസ് ആർട്ടിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം സംസാരിക്കുക ഒക്കെ ഉണ്ട്, പാട്ടുകാർ മാത്രമല്ല. അപ്പം നിങ്ങൾക്കും ടയേർഡാവും അങ്ങനെ. അപ്പോൾ അവനവൻ്റെ ശരീരത്തിന് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് നമുക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാറ്റുക. ഇപ്പം ഇതിൽ കോമൺ ആയിട്ട് തണുപ്പ് കഴിക്കുക, പുളി കഴിക്കുക എന്നുള്ളത് സത്യത്തിൽ കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വോയിസ് മോഡുലേഷന്റെ ഭാഗമായിട്ട് ഈ തൊണ്ടയിൽ നിന്നും ചെസ്റ്റിൽ നിന്നും അതിനൊക്കെയുള്ള പ്രാക്ടീസ് എങ്ങനെയാണ്? അതെനിക്ക് വോയിസ് ട്രെയിനർ ഉണ്ട് വേറെ തന്നെ, ജിം ട്രെയിനർ ഉള്ള പോലെ തന്നെ. അപ്പോൾ മാമിൻ്റെ അടുത്ത് നിന്നാണ് എൻ്റെ സുഹൃത്തു കൂടെ ആയിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പം ലിജോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നു ഞാൻ ട്രെയിനിങ് എടുത്തിരുന്നത്. പിന്നെ നമ്മൾ ചില സമയത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ ഫിസിക്കൽ ട്രെയിനിങ് നിർത്തുന്ന പോലെ തന്നെ ഒരു മുടക്കം വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് നാൾ ഇത് പോകണ്ടല്ലോ, ഓടുണ്ടല്ലോ വണ്ടി എന്ന് വിചാരിക്കും. പിന്നെ നമുക്ക് തോന്നും ഓക്കെ ഓരോ ഏജ് കഴിയും തോറും നമുക്ക് ഇത്തിരി കൂടി ഹെൽത്തി ആയിട്ടിരിക്കണം എന്ന് തോന്നും. ഇപ്പം ഞാൻ പുതിയൊരു അധ്യാപികയുടെ അടുത്താണ് പഠിക്കുന്നത്. അപ്പം മാം ഇങ്ങനെ ഗൈഡ് ചെയ്യും വേണ്ട രീതിയിൽ. പക്ഷെ നമുക്കത് വളരെ നമ്മുടെ ശരീരത്തിന് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് ഫലം ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് വോയിസ് ട്രെയിനിങ് വളരെ സൂക്ഷിച്ച്. പിന്നെ എന്ത് ഫുഡാണ്, ഏത് തരം അറ്റ്മോസ്ഫിയർ, എനിക്ക് നല്ല അലർജിയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് എന്തിൻ്റെ അലർജി ആണെന്നൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഒന്ന് സൂക്ഷിക്കാം.